വഴി അഡീഷണൽ വരുമാനം ഉണ്ടായാലും ഇനി മുതൽ പിടിവീഴും. നിങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും വസ്തുക്കളോ മറ്റോ ഓൺലൈൻ വഴി വിറ്റാൽ നികുതി വകുപ്പ് നിങ്ങളെ തേടിയെത്താം. ഇത്തരത്തിലുള്ള വിൽപ്പനയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ശരിയാക്കി വെച്ചില്ല എങ്കിൽ അപ്രതീക്ഷിതമായ നികുതി ബില്ലുകളും പിഴ അടയ്ക്കുവാനുള്ള നോട്ടീസുകളും ഏത് സമയത്തും പ്രതീക്ഷിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള ഓൺലൈൻ വേദികളായ വിൻഡ്, ഈബൈ, എയർബിഎൻബി എന്നിവരോട് ഇവരുടെ ഉപഭോക്താക്കളുടെ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് HMRC. 2024 ജനുവരി മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഓൺലൈൻ മാർക്കറ്റുകൾ ഈ നിയമപ്രകാരമുള്ള ആദ്യത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ HMRCക്ക് സമർപ്പിക്കുന്നത്. ഇതുമായി സംബന്ധപ്പെട്ട നിയമങ്ങളിലും നികുതി നിരക്കിലോ മാറ്റങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ആരൊക്കെയാണ് വരുമാനം നേടുന്നത് എന്ന് മനസ്സിലാക്കാനും അതുവഴി അവരെ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരുവാനും HMRCക്ക് ഈ റിപ്പോർട്ടുകൾ സഹായകരമായി മാറും. അതായത് ചെറുതാണെങ്കിലും ഒരു അധിക വരുമാനം നിങ്ങൾ നേടിയിട്ടുണ്ട്, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചേക്കുമെന്നർത്ഥം. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഓൺലൈൻ വിപണികൾ വഴി വസ്ത്രങ്ങളും മറ്റും വിൽക്കുന്നവർ, ഗ്രഹനിർമ്മിതമായ കരകൗശല വസ്തുക്കൾ, കേക്കുകൾ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ വിൽക്കുന്നവരായിരിക്കും പ്രധാനമായിട്ടും കുടുങ്ങുക. ഇന്റർനെറ്റ് വഴി പരസ്യം നൽകി താൽക്കാലിക ജോലികളിൽ പ്രതിഫലം വാങ്ങി ഏർപ്പെടുന്നവരും, വീടുകൾ ഓൺലൈൻ വഴി ഹോളിഡേ ഹോമാക്കി വാടകയ്ക്ക് നൽകുന്നവരും ഈ നിയമത്തിന്റെ കീഴിൽ വരും. 2024 ഓൺലൈൻ വഴി ചുരുങ്ങിയത് 30 വസ്തുക്കൾ വിൽക്കുകയോ അതല്ലെങ്കിൽ ഏകദേശം 1700 പൗണ്ടിനടുത്ത് വരുമാനം ഉണ്ടാക്കുകയോ ചെയ്തവർക്കും, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രതിഫലം വാങ്ങി സേവനങ്ങൾ നൽകിയവർക്കും അവരുടെ ചില വിവരങ്ങൾ നികുതി വകുപ്പിന് കൈമാറുന്നതായി അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ ഓൺലൈൻ വിപണികളിൽ നിന്നും ഉടനെ തന്നെ ലഭ്യമാകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.